നമ്മുടെ കുട്ടിയൊക്കെ പിസ്സ, ബർഗർ, അതുപോലെ നമ്മുടെ സാൻഡ്വിച്ച്, ചിക്കൻ റോള്, ഷവർമ റോള് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? ഇതെല്ലാം നമ്മളൊന്ന് മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഹെൽത്തി ആയിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിലിപ്പോൾ ബർഗർ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോൾ. അതാണെങ്കിൽ അത് മാത്രം ചെയ്യേണ്ടി വരും. ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യമായിട്ട് വീട്ടിൽ മനസ്സിലാക്കേണ്ട 2 റെസിപ്പി ഒന്ന് പറഞ്ഞോട്ടെ. വേറൊന്നുമല്ല, നമ്മുടെ ടൊമാറ്റോ സോസ്, ടൊമാറ്റോ കെച്ചപ്പില്ലേ, അതും മയനീസും. ഇതില്ലാതെ നമുക്ക് ഒരു ഫാസ്റ്റ് ഫുഡ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം ടൊമാറ്റോ സോസില്ലേ റെസിപ്പി, അത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പം 4 ടൊമാറ്റോ ആണ് ഞാൻ എടുത്തത്. അത് പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞതാണ്. ഇതിപ്പോൾ പ്യൂരി ആക്കണം. അപ്പോൾ നമ്മളത് മിക്സിയിലൊന്നങ്ങ് അടിക്കണം. ഇപ്പോൾ നമ്മൾ അരിക്കുകയാണെങ്കിൽ നമ്മൾ 8 തക്കാളി എടുക്കണം. ഞാനിപ്പോൾ അരിക്കാതെ അങ്ങനെ ഇട്ടത് കൊണ്ടാണ് 4 എടുത്തത്. ആവശ്യത്തിന് ഉപ്പും പിന്നെ പഞ്ചസാര 1 ടീസ്പൂൺ വേണേ. പിന്നെ നമ്മുടെ മുളക് പൊടിയില്ലേ, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടങ്ങ് കുറുക്കിയെടുത്താൽ മതി എന്നേ. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ആ ഒരു ടൊമാറ്റോ കെച്ചപ്പ് റെഡിയായി കിട്ടും. ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഫില്ലിങ്ങിന് ഞാനിപ്പം അരിക്കാതെയാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിന് ലംസൊക്കെ ഉണ്ട്. പക്ഷേ അരിച്ചിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് നമ്മൾ ബോട്ടിലാക്കിയ ആ ഒരു ടൊമാറ്റോ സോസ് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ 4ന് പകരം 8 എടുത്താൽ മതി. മാക്സിമം നമ്മൾ മക്കൾക്ക് ബോട്ടിലുള്ള ആ ഒരു സോസും അല്ലെങ്കിൽ സാഷേ ആയിട്ട് കിട്ടുന്ന സോസൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്തിട്ടല്ലേ അതെല്ലാം മാർക്കറ്റിൽ ഇറങ്ങുന്നത്. നമുക്ക് ഒന്ന് മനസ്സ് വെച്ചാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേ ചെയ്താൽ മതിയല്ലോ. അല്ലാതെ നമ്മൾ ഒരാഴ്ചത്തേക്കൊന്നും ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പെട്ടെന്ന് ഗ്യാസ് ഉള്ള വീടാണെങ്കിൽ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല. 2 ദിവസത്തേക്കൊക്കെ നമുക്കിത് ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. കാരണം നമ്മൾ പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് 2 ദിവസത്തെ കാര്യം പറഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് സെറ്റാക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരു ഐറ്റം വേണമെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേ ചെയ്യാവുന്ന പണിയേ ഉള്ളൂ. അപ്പോൾ അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് മയനീസ് അറിയാലോ, പച്ചമുട്ടയും പച്ച എണ്ണയൊക്കെ സൺഫ്ലവർ ഓയിലൊക്കെ ഇട്ടിട്ടാണ് നമ്മളത് അടിച്ചിട്ട് നല്ല ടേസ്റ്റോടെ കഴിക്കുന്നത്. പക്ഷേ പച്ചമുട്ട എണ്ണ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു 1/4 കപ്പ് മയോനൈസ് കിട്ടണമെങ്കിൽ 1 കപ്പ് എണ്ണ നമ്മളതിൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ പച്ചമുട്ടയും. അപ്പം എന്തുകൊണ്ടും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു വേർഷനിലേക്ക് മാറുന്നത് തന്നെയല്ലേ നല്ലത്. ആദ്യം വേണ്ടത് 2 പുഴുങ്ങിയ മുട്ടയാണ്. അതിൽ മഞ്ഞക്കറി ഒന്നും മാറ്റണ്ട, അങ്ങനെ ഇടാം. മുട്ടയുടെ സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അതിലേക്ക് 2 അല്ലി മാത്രം വെളുത്തുള്ളി ഇടുക. പിന്നെ നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഉപ്പ് രുചിക്ക് ഉപ്പ്, പഞ്ചസാര മധുരത്തിന് പഞ്ചസാര, എരിവിന് കുരുമുളക്, പിന്നെ നമ്മുടെ പുളിയില്ലേ, ആ പുളിക്ക് വേണ്ടിയിട്ട് ചെറുനാരങ്ങ നീര്, എല്ലാം കൂടെ ഒന്നങ്ങ് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് ബട്ടർ. ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മളിത് ആദ്യം അരച്ചെടുക്കേണ്ടത്. പക്ഷേ ഞാനിവിടെ ചെറുനാരങ്ങ ഒഴിച്ചിട്ടില്ല. കാരണം എന്താ അറിയോ, ചെറുനാരങ്ങയോ അല്ലെങ്കിൽ നമ്മൾ വിനാഗിരിയോ ഒഴിക്കുകയാണെങ്കിൽ അതിൽ പാലാണ് ചേർക്കേണ്ടത്. പക്ഷേ ഞാനത് കട്ട് ചെയ്തത് ഇവിടെ മോരുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ പുളിയുള്ള മോരാണ് ഒഴിച്ചത്. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് അടിച്ചെടുക്കുക. ഇനിയിപ്പോൾ ചീസിൻ്റെ സ്ലൈസ് ഉണ്ടെങ്കിലില്ലേ, അത് ഭയങ്കര ടേസ്റ്റാണ്. അതും കൂടെ ചേർക്കുകയാണെങ്കിൽ ചീസ് ചേർത്തിട്ടും ചീസ് ചേർക്കാതെയും ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ചീസ് ചേർത്തതാണ് ഇതിനേക്കാളും ടേസ്റ്റ്. ഞാനിപ്പോൾ ഒഴിവാക്കിയത്, എൻ്റെ ഇന്നത്തെ റെസിപ്പിയിലൊക്കെ ഒരുപാട് ചീസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഒഴിവാക്കിയത്. കാരണം എല്ലാം കൂടെ അങ്ങ് ബ്ലെൻഡായിട്ട് വരുമ്പോൾ ചീസിൻ്റെ ഫ്ലേവർ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഒഴിവാക്കിയെന്ന് മാത്രം. നിങ്ങളിത് ഉണ്ടാക്കുകയാണെങ്കിൽ ചീസിൻ്റെ സ്ലൈസും കൂടെ പകുതി ചേർത്തോളൂ. ചെറുനാരങ്ങ ഒഴിക്കുകയാണെങ്കിൽ പിഴിയുകയാണെങ്കിൽ അതൊന്നങ്ങ് അരിച്ചിട്ട് പിഴിഞ്ഞാൽ മതി കേട്ടോ, അല്ലെങ്കിൽ കുരു വന്നു കഴിഞ്ഞാൽ കൈപ്പടിക്കേ. ഇനിയിപ്പം അത് രണ്ടും അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പെരക്കി വെച്ചിരുന്നു, മഞ്ഞളും മുളകും ഉപ്പും ഇട്ടിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ, അതൊന്നങ്ങ് വറുത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. പക്ഷേ അതിൻ്റെ മുന്നേ ഞാൻ 2 റെസിപ്പി ഒന്നങ്ങ് സെറ്റാക്കി വെച്ചതാണ്. ഇതിപ്പം നമ്മുടെ ചിക്കനില്ലേ, എത്രയാണോ നമുക്ക് വേണ്ടത് അത്രയും അങ്ങ് പൊരിച്ചെടുക്കുക. ബോൺലെസ് ആണ്, അപ്പോൾ ചിക്കന് വേവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അടച്ച് വേവിക്കുകയാണ്. വെള്ളമൊന്നും ഒഴിക്കണ്ട, പെട്ടെന്ന് അങ്ങ് ആയിക്കോളും. അടച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് നമ്മൾ വീണ്ടും ഒന്നങ്ങ് ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ്റെ വേവൊക്കെ അറിയാവുന്നതല്ലേ. വീണ്ടും അടയ്ക്കുക, എന്നിട്ട് സിമ്മിലിട്ടിട്ടാണ് ഇത് മുരിച്ചെടുക്കുന്നത്. ഇനി പെട്ടെന്ന് ആവണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തോളൂ, ഒന്നും കുഴപ്പമില്ല. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ എണ്ണ തെളിയും, എന്നിട്ട് പൊരിച്ചെടുത്താലും മതി. അതല്ല നിങ്ങളെ ഇഷ്ടം. അതങ്ങ് മാറ്റി വെക്കണം. ഇതിപ്പോൾ ഞാൻ എണ്ണയോടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ എക്സസ് ആയിട്ടുള്ള, അതായത് ബാക്കിയുള്ള എണ്ണയിൽ കുറച്ച് നമുക്ക് എടുക്കാം. എന്നിട്ട് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത് നമ്മൾ ഒരു ഫില്ലിംഗ് ആണ് ആദ്യം ഉണ്ടാക്കുന്നത്. ആ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പം ബാക്കിയുള്ള ഇത്തിരി എണ്ണ എടുത്തിട്ട് ചെറുതായിട്ട് കുറച്ച് വെജിറ്റബിൾസ്
വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പം ഉള്ളിയും തക്കാളിയും ഒക്കെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം വലിയ ഉള്ളിയില്ലേ സവാള, അത് എടുത്ത് നമ്മൾ വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടി എടുക്കുന്നുണ്ട്. ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാനിപ്പോൾ സവാളയും ക്യാരറ്റും പിന്നെ നമ്മുടെ കേബേജ് ഇല്ലേ അതും കൂടിയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ കേബേജ് ചെറുതായിട്ടൊന്ന് കടിക്കണം, അതുകൊണ്ട് ആദ്യമേ അത് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് പൊട്ടറ്റോ വേണമെങ്കിൽ, ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ അത് വേവിച്ചിട്ട് അല്ലെങ്കിൽ വേവിക്കാതെ ഡയറക്റ്റായിട്ട് തന്നെ ചെറുതായി മുറിച്ചിട്ട് വഴറ്റിയാലും മതി. പക്ഷേ ഉരുളക്കിഴങ്ങ് ഇടുവാണെങ്കിൽ വെള്ളം ചേർക്കണം ലാസ്റ്റ്. ഇവിടെ ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതിന് ശേഷം അത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇല്ലേ അതൊന്ന് ജസ്റ്റ് കുറച്ചെടുത്തിട്ട് ചതച്ചിട്ടിടുന്നുണ്ട്. അതിലേക്ക് ഒരു തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും ഒക്കെ ചേർക്കുക. ഇവിടെ ഞാനിപ്പോൾ ഉപ്പ് ഇപ്പോഴല്ല ലാസ്റ്റാണ് ചേർക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ചേർക്കാം, ലാസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ പൊടികൾ ഇടുമ്പോൾ എപ്പോഴും ഒന്നങ്ങ് സിമ്മിലിടണേ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കേബേജ് ഇല്ലേ കേബേജും മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂക്കണ്ട, ജസ്റ്റ് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. ഇനി നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനും കൂടി ഇടുക. ഇതിപ്പോൾ എല്ലാം യോജിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു ബൈൻഡിങ് ആവശ്യമാണ്. ഇതിപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് വേറിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒന്നങ്ങ് ബൈൻഡ് ചെയ്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് വൈറ്റ് സോസ് ഉണ്ടാക്കാം. വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മാറ്റി വെക്കുകയൊന്നും വേണ്ട, ഇതിൽ തന്നെ ചെയ്യാം. 1 ടീസ്പൂൺ മാത്രം മൈദ ഇടുക, കൂടുതലൊന്നും വേണ്ട. എന്നിട്ട് ആവശ്യത്തിന് പാലും ഒഴിക്കുക. അതാണ് വൈറ്റ് സോസ്. അതായത് ഇതിൽ ബട്ടറൊന്നും ചേർക്കുന്നില്ല. മാക്സിമം ഹെൽത്തി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്, ഹെൽത്തി മീൻസ് ഒരുപാട് എണ്ണയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്നും ബട്ടർ ചേർക്കാത്തത്. വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉപ്പ് ഞാൻ ഈ ഒരു സമയത്തായിരുന്നത്, കാരണം ഇതിപ്പോൾ നമ്മൾ ലിക്വിഡ് ഫോമിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഉപ്പെല്ലാം അല്ലെങ്കിൽ ചേർന്ന് വന്നോളും. പിന്നെ ചിക്കനിൽ നമ്മൾ ആദ്യമേ ഉപ്പിട്ടതല്ലേ. അപ്പോൾ അതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ 1 ടീസ്പൂണ് നമ്മുടെ ആ ഒരു മൈദയും കൂടെ ചേർത്തിട്ട് പാലൊഴിക്കുക. അപ്പോൾ കൂടുതൽ പാൽ വേണമെങ്കിൽ കൂടുതൽ പാലൊഴിക്കുക, കുറച്ചും കൂടെ ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂണാണ് പാലൊഴിച്ചത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്നങ്ങ് മാറ്റിയിട്ട് മൈദ ഒരു സൈഡിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ട് പാലൊഴിച്ചാലും മതി. പക്ഷേ ഇത് നല്ല തിളയൊക്കെ വരുമ്പോഴത്തേക്ക് മൈദ അങ്ങ് മൂത്ത് കിട്ടും. കണ്ടോ, ഇതിപ്പോൾ നല്ല എല്ലാം കൂടെ ഒന്നങ്ങ് ബ്ലെൻഡായിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ, സോസല്ല നമ്മുടെ ഫില്ലിംഗ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഫില്ലിംഗ് ഉണ്ടെങ്കിൽ. ഇപ്പോൾ ബാക്കി വന്ന ചപ്പാത്തി ഒന്നുമല്ല, ഫ്രഷായിട്ട് തന്നെ ചുട്ടെടുത്തതാണ്. അതിപ്പം ഇങ്ങോട്ടേക്ക് മാറ്റണം. ഇനിയിപ്പം നമ്മൾ ചപ്പാത്തി ചുടാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ തൽക്കാലം പാക്കറ്റ് ചപ്പാത്തി വാങ്ങുക. അതത്ര ഹെൽത്തി അല്ല, എന്നാലും നമ്മൾ അത്യാവശ്യത്തിന് വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഒപ്പിക്കാറുണ്ടല്ലോ. അങ്ങനെ ആണെങ്കിൽ ഇത്രയും പണി നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു പണി ചപ്പാത്തി പരത്തി ചുടേണ്ട പണിയൊന്നങ്ങ് കുറഞ്ഞു കിട്ടുമല്ലോ. പാക്കറ്റ് ചപ്പാത്തി ആണെങ്കിൽ ആദ്യം ഒന്നങ്ങ് ചുട്ടെടുക്കണം കേട്ടോ. അത് ഹാഫ് കുക്ക്ഡ് ആയിരിക്കും, എന്നാലും ഫുള്ളായിട്ടൊന്നങ്ങ് കുക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ ചുട്ടെടുത്തതിന് ശേഷം ഇതുപോലെയാണ് വെക്കുന്നത് കേട്ടോ. ഒരു ചപ്പാത്തിയുടെ അറ്റത്തായിട്ട്, അതായത് കുറച്ച് നീക്കിയിട്ട് അടുത്ത ചപ്പാത്തിയും വെക്കുക. ആവശ്യത്തിന് ഫില്ലിംഗ് ഒഴിക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള ടൊമാറ്റോ സോസ് ഇല്ലേ അത് ചേർക്കുക. പിന്നെ ആ ഒരു മയോനൈസ്, അതായത് നമ്മുടെ ആ ഒരു വൈറ്റ് ഡിപ്പ് അതും കൂടെ ചേർക്കുക. ഇത് കണ്ടോ നല്ല കട്ടിയായിട്ടല്ലേ ഉള്ളത്. എല്ലാം ചേർത്തിട്ട് ഈ ഒരു ഭാഗയിൽ അതിങ്ങനെ മടക്കുക 2 സൈഡും. അല്ലെങ്കിൽ നമ്മളിത് കഴിക്കുമ്പോഴേ അടിയിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരും. അങ്ങനെ 2 സൈഡും മടക്കിയതിന് ശേഷം ഇതുപോലെ ഒരു പോക്കറ്റ് പോലെ അങ്ങ് ഉണ്ടാക്കി വെക്കുക. ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ വിട്ട് വരുമെന്നുള്ള പേടിയൊന്നുമില്ല, കാരണം ഇനിയും പണിയുണ്ട്. ഇതിൻ്റെ മുകളിൽ സ്ലൈസ് ചെയ്തിട്ടുള്ള ചീസ് വാങ്ങുക. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 1-2 കാര്യങ്ങൾ നമ്മൾ വാങ്ങണം എന്നുള്ളത്. അത് ചീസാണ് കേട്ടോ, ഒന്ന് സ്ലൈസ് ചെയ്തിട്ടുള്ള ചീസാണ്. ഇപ്പോൾ ഈ ചീസ് നമ്മൾ നോക്കുക, ചപ്പാത്തിയുടെ സൈസ് എത്രയാണോ അതിനനുസരിച്ചിട്ട് ജസ്റ്റ് ഇങ്ങ് ഒട്ടിച്ച് വെച്ചാൽ മാത്രം മതി. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഉണ്ടാവില്ലേ, അതിപ്പോൾ നമ്മൾ മേടിക്കാൻ കിട്ടുവാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വീട്ടിലുള്ള നമ്മൾ ഉണക്കമുളക് ഒന്നിങ്ങ് ക്രഷ് ചെയ്താലും മതി. അതും കൂടെ ഒന്നിങ്ങ് വെതറണം. ഞാനിപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാനിലേക്ക് വെച്ചിട്ട്, അത് വേണമെങ്കിൽ അവിടെയും ബട്ടർ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ബട്ടർ ഇട്ടിട്ടില്ല. നമ്മൾ അങ്ങനെ വെച്ചിട്ട് ഈ ഒരു നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ അതും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് ചീസ് ഒന്നങ്ങ് മെൽറ്റ് ആവണം, അത്രയേ ഉള്ളൂ. മക്കൾക്ക് ലഞ്ച് ബോക്സിൽ എന്നും ചോറ് കൊടുത്തിട്ട് അവർ അത് കഴിച്ച് മടുക്കുകയാണെങ്കിൽ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഒന്നങ്ങ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര പ്രതീക്ഷയായിരിക്കില്ലേ. പിന്നെ എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്, വേറൊന്നുമല്ല, ഒരു ഗിവ് അവേ വെക്കണം എന്നുണ്ട്. അപ്പം 45,000 ആവാറായിട്ടുണ്ട്, 50,000 ആയിട്ട് വെക്കാൻ തോന്നുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും തരാൻ പറ്റില്ലെങ്കിലും ഒരു 3 പേർക്കെങ്കിലും എൻ്റെ സന്തോഷത്തിന് ഒരു ചെറിയ സമ്മാനം തരണമെന്ന് വിചാരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സ് വരട്ടെ അല്ലേ. ഇനിയിപ്പം നമ്മുടെ അടുത്ത ഡിഷ് നോക്കണ്ടേ. ഇതേ ഫില്ലിങ് വെച്ചിട്ട് തന്നെ വേറൊരു രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇതിപ്പം നമ്മുടെ ചപ്പാത്തി പോക്കറ്റ് വേറെ ട്രയാങ്കിൾ ഷേപ്പിലാണ് വരുന്നത്. ഇത് മുന്നേ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയതാണ്.
അപ്പോൾ നമ്മളെ സെയിം ആ ഒരു ഫില്ലിങ് തന്നെയാണ് വെക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുപ്പിച്ചടുപ്പിച്ചുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഫില്ലിങ്ങിൽ മൊസറല്ല ചീസാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം മൊസറല്ല ചീസ് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. പക്ഷേ എനിക്ക് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതുകൊണ്ട് ഞാനത് വെക്കുന്നത് മാത്രം. ചീസ് സ്ലൈസ് നമ്മൾ ഒരു പാക്കറ്റ് വാങ്ങിയാൽ തന്നെ അതിൽ 8 6 എത്രയോ 8 തോന്നുന്നു അല്ലേ, അത്രയും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നത് മാത്രം വാങ്ങിയാൽ മതി, ഇത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അവിടെ ഞാൻ മൊസറല്ല ചീസ് വെച്ചിട്ടുണ്ട്, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പ് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ മയനൈസും എല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ട്രയാങ്കിളിൽ പാർട്ടായിട്ട് വെക്കുക. എന്നിട്ട് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് വെക്കുന്നത്. അതിന് മുന്നേ ചപ്പാത്തി ആദ്യം ഇങ്ങനെ പകുതി ഭാഗത്തേക്കൊന്ന് കട്ട് ചെയ്യണേ, അത് പറയാൻ വിട്ടുപോയി. എന്നിട്ട് ഇതേപോലെ അങ്ങ് മടക്കിയാൽ മതി. ഇതേ ഓർഡർ തന്നെ മടക്കുകയാണെങ്കിൽ ലാസ്റ്റ്, അതായത് പാനിലേക്ക് നമ്മൾ ഇടുന്ന സ്ഥലത്തേക്ക് ആ ഒരു ചീസ് വരും. അപ്പോൾ ഈ രീതിയിലൊന്നങ്ങ് മടക്കിയാൽ മതി. എന്നിട്ട് നമ്മളത് പാനിൽ വെക്കുക. അവിടെയും ബട്ടർ പാനിൽ തടവുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് മൂടി വെക്കണം. ചീസൊക്കെ ഒന്നങ്ങ് മെൽറ്റ് ആവണ്ടേ. നമ്മളിപ്പം ഇവിടെ ചേർത്തത് മൊസറല്ല ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വലിയുന്ന രീതിയിലാണ് കിട്ടുക. നമ്മുടെ സൈസായിട്ടുള്ള ചീസാണെങ്കിൽ ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാവില്ല, ഒന്നും വലിയില്ല, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ തിരിച്ചിട്ടിട്ട് അവിടെയും കൂടെ ഒന്നങ്ങ് ചൂടാക്കി എടുക്കണം. വേണമെങ്കിൽ ഒന്നും കൂടെ നമ്മൾ അടപ്പ് വെക്കാം. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല സിമ്മിലിട്ടിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ നല്ല ഹാർഡായി പോകും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടണ്ടേ. പക്ഷേ നമുക്കിതൊന്നങ്ങ് മെൽറ്റ് ആവാൻ വേണം. അപ്പോൾ ഇതും കൂടെ കുട്ടികൾക്ക് ഈ രീതിയിലും ചെയ്ത് നോക്ക്, അവർക്ക് ഇഷ്ടമാവും. ഇതിപ്പോൾ ഫൈനലായിട്ട് എങ്ങനെ വരിക എന്നൊന്ന് കാണിച്ചു തരാം. ഓരോ ലെയറിലും ഓരോ ഫില്ലിങ്ങാണ്. അപ്പോൾ നമ്മൾ മൊസറല്ല ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വലിഞ്ഞിട്ട് നല്ല ജ്യൂസി ആയിട്ട് അവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ മയനൈസും കാര്യങ്ങളും അധികം ലൂസല്ല. അപ്പോൾ ഇങ്ങനെ ഒലിച്ചിറങ്ങി ആകെ വൃത്തികേടൊന്നുമില്ല, എല്ലാം കറക്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക. ഇനിയിപ്പം വേറെ രീതിയിൽ സെയിം ഫില്ലിങ് വെച്ചിട്ട് നോക്കാം. ഇതിപ്പം വളരെ എളുപ്പമാണ്, കാരണം നമ്മൾ സാധാരണ ഷവർമയൊക്കെ റോള് ചെയ്യുന്നില്ലേ, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഇപ്പോൾ ആവശ്യത്തിന് ഫില്ലിങ് വയ്ക്കുക, എന്നിട്ട് ഇതിങ്ങനെ റോൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. പക്ഷേ അടിയിൽ നിന്ന് ചപ്പാത്തി ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ മടക്കാം. അതിൻ്റെ മുന്നേ ആ ഫില്ലിങ്ങിൽ ഞാനിപ്പോൾ ഇവിടെയും മൊസറല്ല ചീസ് തന്നെയാണ് ചേർക്കുന്നത്. നമ്മുടെ സ്ലൈസ് ചെയ്തിട്ടുള്ള ചീസില്ലേ, അത് വേണമെങ്കിൽ അതും ഇങ്ങനെ ചെറുതായിട്ട് കഷ്ണം മുറിച്ചിട്ടിടാം. എന്നിട്ട് ഇവിടെ ടൊമാറ്റോ കെച്ചപ്പ് വെക്കുന്നുണ്ട്, മയനൈസ് വെക്കുന്നില്ല. മയനൈസ് വേണമെങ്കിൽ അതും കൂടെ വെക്കാം, ഒരു കുഴപ്പമില്ല. എന്നിട്ട് താഴത്തെ ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ മടക്കുക, കാരണം ഇതിങ്ങനെ പിടിക്കുമ്പോൾ അടിയിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് വരാതിരിക്കാനാണ് നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ. എന്നിട്ട് ഇവിടെ ഇപ്പം നമ്മൾ ബട്ടർ പേപ്പറില്ലേ, അത് വെക്കുവാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടെ ലഞ്ച് ബോക്സിലൊക്കെ വെക്കുമ്പോൾ പിടിച്ച് കഴിക്കാൻ എളുപ്പമായിരിക്കും. അതിൻ്റെ മുന്നേ ഞാനിതൊന്ന്, അതായത് നമ്മുടെ ആ ഒരു ചീസ് ഒന്ന് മെൽറ്റ് ആവണ്ടേ, അതൊന്ന് പാനിൽ വെച്ചിട്ട് മൂടിയിട്ട് സിമ്മിൽ തന്നെ ഇടണേ. മൂടി വെച്ചിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇതൊന്നങ്ങ് മെൽറ്റാക്കി എടുക്കാം. ഇവിടെ ഇപ്പം ബട്ടർ പേപ്പറൊന്നും വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ അതിലൊക്കെ ചുരുട്ടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരു ഷവർമ കഴിക്കുന്ന ഫീൽ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഷവർമ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ഇങ്ങനെ വാശി പിടിക്കുകയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. അവർ ഹാപ്പി, നമ്മളും ഹാപ്പി. ഇതിപ്പോൾ സാധാരണ പോലെ അങ്ങ് ചുരുട്ടിയിട്ട് പേപ്പർ കുറച്ചധികം ആ ഭാഗം അങ്ങ് കട്ട് ചെയ്തു, എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ ചുരുട്ടി വെച്ചാൽ മതി. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഓരോ ബൈറ്റായിട്ട് കഴിക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. ഇങ്ങനെ ഒന്നങ്ങ് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ആ ഫില്ലിങ് വെച്ചിട്ടുള്ള, അതായത് 3 in 1 എന്ന് പറയാം വേണമെങ്കിൽ ആ റെസിപ്പി, അത് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം നമ്മുടെ മാസ്റ്റർ പീസ് സാധനം, നമ്മുടെ ആ ഒരു പിസ്സ ഒന്ന് സെറ്റാക്കാം. ഇത് ഉണ്ടാക്കിയിട്ട് എൻ്റെ മോളെന്താണെന്ന് പറഞ്ഞത്, അമ്മ ശരിക്കും ഈ റൂമിലേക്ക് കയറുമ്പോൾ ആ പിസ്സയുടെ സ്മെല്ല് വരുന്നുണ്ടത്. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ പകുതി എനിക്ക് ആശ്വാസമായി, കാരണം ഇത് നല്ല സക്സസ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ആദ്യം ബോൺലെസ് ചിക്കൻ നേരത്തെ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഞാൻ വെച്ചിരുന്നേ. ബാക്കിയുള്ളത് അതൊന്ന് പൊരിച്ചെടുക്കുക. അത് നമ്മൾ നോക്കിയിട്ട്, അതായത് വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് പൊരിച്ചെടുക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ സിമ്മിലിട്ടിട്ട് ഒന്നങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ബോൺലെസ് ആയതുകൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിങ്ങ് പൊരിഞ്ഞു നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. അതിലേക്ക് ഇത്തിരി ഒരു പൊടിക്ക് ഒരു നുള്ളെന്നൊക്കെ പറയില്ലേ, ഉപ്പ് വേണം. അതിൻ്റെ മുന്നേ ഒരു ടീസ്പൂണ് നമ്മുടെ പാലൊഴിക്കുന്നുണ്ട്. മുട്ട കുറച്ചൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കുരുമുളകും ഒരു പിഞ്ച് മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതങ്ങനെ മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ പിസ്സ ബേസാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ചപ്പാത്തി വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ചപ്പാത്തി ഇങ്ങനെ ലെയറായിട്ട് വരാൻ പാടില്ലല്ലോ, വിട്ട് വരാൻ പാടില്ലല്ലോ, നമുക്കത് ഒട്ടിച്ചെടുക്കണം. അതിനാണ് പിന്നെ നമ്മുടെ ഒരു കൺസിസ്റ്റൻസി കുറച്ചും കൂടെ ലൂസാക്കാമെന്ന് വെച്ചിട്ട് ഇത്തിരിയും കൂടെ പാലൊഴിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഓരോ ചപ്പാത്തി ഇതിൽ മുക്കിയിട്ട് ഇങ്ങനെ അങ്ങ് പാനിലേക്ക് വെക്കുക. അപ്പോൾ ഇത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മാക്സിമം സിമ്മിലിടണം കേട്ടോ. ചെറുതായിട്ട്
ഏറ്റവും ലോയിലാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ചെയ്യാം. എന്നിട്ട് ചിലപ്പം പവർ കൂടുതലാണെങ്കിൽ ഒന്ന് സിമ്മിലിട്ടിട്ട് 10 സെക്കൻഡ് ആയിട്ട് ഓഫ് ചെയ്തോ, എന്നിട്ട് ബാക്കി ചെയ്താൽ മതി. കാരണം അത്രയേ അത് ചൂടാവാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ ഓരോ ലെയറായിട്ട് കണ്ടോ ഇടയിൽ ഇങ്ങനെ നമ്മൾ ആ മുട്ടയുടെ ബാറ്ററും ചപ്പാത്തി, വീണ്ടും ബാറ്റർ ചപ്പാത്തി, അങ്ങനെ 3 നമ്മുടെ ചപ്പാത്തിയാണ് വെക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലെയിം ലോയിലാക്കുക. ഇനി അത്ര ലോ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് ഫ്ലെയിം ഇട്ടതിന് ശേഷം ഓഫ് ആക്കിയിട്ട് 3 കൂടെ വെക്കുക. 3 കൂടെ വെച്ചതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഒരു 10-20 സെക്കൻഡ് വീണ്ടും ലോ ഫ്ലെയിമിലാക്കുക. ഇവിടെ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, അടിഭാഗം കരിഞ്ഞു പോകരുത്, എന്നാൽ മുട്ട ഒന്ന് കുക്കാവുകയും വേണം. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള മുട്ടയൊക്കെ കുക്കായിക്കോളും. ഇപ്പോൾ നമ്മൾ ലാസ്റ്റിൽ അടിയിലത്തെ മുട്ടയുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. 10 സെക്കൻഡ് മാത്രം അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഓഫ് ചെയ്യുക. ഇനി ഓഫ് ചെയ്തിട്ടാണ് മേലെയുള്ള ടോപ്പിംഗ് ഒക്കെ കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ടൊമാറ്റോ കെച്ചപ്പില്ലേ, അത് മൊത്തം സ്പ്രെഡാക്കുക. അതിന് ശേഷമാണ് അതിൻ്റെ മുകളിൽ വെജിറ്റബിൾസ് എല്ലാം ഇപ്പോൾ ക്യൂബായിട്ടാണ് മുറിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാലോ പിസ്സ കഴിക്കുമ്പം കാണുന്ന ആ ഒരു സൈസില്ലേ, ആ സൈസിൽ ഞാനിപ്പം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വെക്കാം. ഇവിടെ ഇപ്പം ആ പിസ്സയുടെ ഫ്ലേവറൊക്കെ കിട്ടണമെങ്കിൽ ക്യാപ്സിക്കം വേണം. അത് ഏത് കളർ വേണമെങ്കിലും ചെയ്യാം. എനിക്കിപ്പം നമ്മുടെ ആ ഒരു ഗ്രീനാണ് കിട്ടിയത്, അതുകൊണ്ട് ഞാനത് വെക്കുന്നു. പിന്നെ ക്യൂബായിട്ട് മുറിച്ചിട്ടുള്ള സവോളയുണ്ട്, അതുപോലെ തക്കാളി, നമ്മുടെ ടൊമാറ്റോ ഇല്ലേ, തക്കാളിയും നമ്മൾ വെക്കുമ്പോഴേ ഉള്ളിലത്തെ ആ ഒരു സീഡിൻ്റെ ഭാഗമൊക്കെ, അതായത് നമ്മൾ ലിക്വിഡായിട്ടുള്ള ഭാഗമില്ലേ, അതെല്ലാം മാറ്റിയിട്ട് തക്കാളിയുടെ ആ ഒരു മുകളിലത്തെ ആ ഒരു കട്ടിയുള്ള പോർഷൻ മാത്രമേ വെക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ പീസില്ലേ, ആ ചിക്കൻ പീസ് വെക്കുക. എന്തൊക്കെയാണോ നമുക്ക് വെക്കേണ്ടത്, ഇനിയിപ്പോൾ ചിക്കൻ ഒഴിവാക്കിയിട്ട് വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ടാക്കാം. ഇനി മഷ്റൂം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, നമ്മുടെ പനീറാണെങ്കിൽ അത് വെക്കാം. അതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ചിക്കൻ പിസ്സ ഉണ്ടാക്കുന്നത് മാത്രം. ഇനിയിപ്പോൾ ഇതിന് ഫ്ലേവർ ഉണ്ടാക്കാൻ കൊടുക്കുന്ന വേറൊരു സാധനമുണ്ട്, നമ്മുടെ ഇതില്ലേ ഒറിഗാനോ. ഇതിപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. കസൂരി മെത്തി, ഒറിഗാനോ ഒക്കെ കിട്ടുന്നില്ല. അപ്പോൾ ഇതിൽ ഒറിഗാനോ ഇത്തിരി ഇടണം. ഇതാണ് നമ്മുടെ ആ ഒരു പിസ്സയുടെ ഫ്ലേവർ കിട്ടുന്ന രണ്ടാമത്തെ. ഒന്ന് നമ്മുടെ ക്യാപ്സിക്കം, രണ്ടാമത്തത് ഒറിഗാനോ, അതും കൂടെ ഇടുക. എന്നിട്ട് നമ്മുടെ ആ ഒരു മൊസറല്ല ചീസില്ലേ, ആ മൊസറല്ല ചീസ് ഇടണം. അതിൻ്റെ മുന്നേ ചില്ലി ഫ്ലേക്സ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ക്യാപ്സിക്കത്തിന് അങ്ങനെ എരിവൊന്നും ഉണ്ടാവില്ലല്ലോ, കുറച്ച് എരിവും കൂടെ വേണ്ടേ. ചില്ലി ഫ്ലേക്സ് ഇട്ടു, പിന്നെ നമ്മുടെ ആ ഒരു മൊസറല്ല ചീസ് അതിപ്പോൾ ഇഷ്ടം പോലെ ഇടണം കേട്ടോ. എത്രത്തോളം നിങ്ങൾക്ക് വലിഞ്ഞ് കിട്ടണോ അത്രയും ഇടുന്നത് നന്നായിരിക്കും. ഞാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇതിലും കൂടുതൽ നമുക്ക് ഫില്ല് ചെയ്യാം. പക്ഷേ വേറെ എന്താണെന്നറിയോ, ഞാൻ ഈ വീഡിയോന് വേണ്ടിയിട്ട് എല്ലാം കൂടെ ഓരോന്നായിട്ട് ഉണ്ടാക്കിയത്. അതുകൊണ്ട് വീട്ടിലെല്ലാവർക്കും ഇതിപ്പോൾ എല്ലാം കൂടെ കഴിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ലാസ്റ്റ് നമ്മൾ പിസ്സ ഉണ്ടാക്കുമ്പോൾ കുറച്ചിട്ടാൽ മതിയെന്ന്. കാരണം അത്രയും അവർ കഴിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ അതിൽ ഇത്ര ഇട്ടുള്ളൂ, നിങ്ങൾ കുറച്ച് കൂടുതലിട്ടോ, നന്നായിട്ടങ്ങ് വലിഞ്ഞ് കിട്ടും. പിസ്സ ഇങ്ങനെ വലിഞ്ഞ് വരുമ്പോഴാണ് കുട്ടികൾക്ക് ആ ഒരു ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പിസ്സ ഹട്ടിലൊക്കെ അവിടെ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഫ്ലേവറും ആ ഒരു ഫീലും അവർക്ക് തോന്നും. അപ്പോൾ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നേരത്തെ എല്ലാം ഓഫ് ചെയ്തിട്ടാണല്ലോ ചെയ്തത്. ഓഫ് ചെയ്തതിന് ശേഷം അത് സിമ്മിലിട്ടിട്ട് ആ ഒരു നമ്മുടെ ചീസ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് അടച്ച് നമ്മൾ വേവിക്കുക. അപ്പം ഇത് അടിപൊളിയാണ് കേട്ടോ. അതിനുശേഷം ചൂടോടെ തന്നെ സെർവ് ചെയ്യണം. ഒരിക്കലും പറയില്ല ഇത് ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കിയെന്നോ, അല്ലെങ്കിൽ അടിയിൽ ചപ്പാത്തി ആ ഫീലിംഗ് ഒന്നും തോന്നിയില്ല. കാരണം അതിൻ്റെ ടോപ്പിംഗ് ഒക്കെ കറക്റ്റ് അതിലുള്ള എല്ലാം വന്നിട്ടുണ്ടല്ലോ. ഒലീവ്സ് കിട്ടുവാണെങ്കിൽ അത് ഇടാം കേട്ടോ, പക്ഷേ എനിക്കത് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. എന്നാലും നമ്മൾ ടേസ്റ്റിന് ഒട്ടും കുറവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ. വീഡിയോ അല്ലെങ്കിൽ ഈ റെസിപ്പീസ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുമല്ലേ. അഥവാ സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ആ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അല്ലെങ്കിൽ ഇങ്ങനെ ഗൗരി സോം എന്ന് ടൈപ്പ് ചെയ്യേണ്ടി വരില്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്